ഇനി എനിക്ക് ഉറപ്പുണ്ട് ഒരു കാരണവശാലും ഞാൻ താപ്പോട്ട് പോകത്തില്ല, ഉയർച്ചയിലോട്ട് തന്നെ പോകത്തുള്ളൂ. പിന്നെ മനസ്സിൽ ഏറ്റവും വലിയൊരു വിഷമമുണ്ട്, ഞാൻ ഈ പാർക്കും കാര്യങ്ങളൊക്കെ ഓപ്പണാക്കി കൊടുത്തത് എൻ്റെ ഏറ്റവും ഇളയ ആൾക്ക് വേണ്ടിയാണ്. അദ്ദേഹം ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല. അപ്പം അദ്ദേഹത്തെ എന്നെങ്കിലും എൻ്റെ പാർക്കിലൊന്ന് കൊണ്ടുവരണം, അല്ലെങ്കിൽ എൻ്റെ പാർക്കെല്ലാം ഒന്ന് കാണിക്കണം. യാത്രകൾ തുടരുന്നു. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ തട്ടയിലുള്ള നന്ദന ഫാമിലാണ്. നന്ദന ഫാമിൻ്റെ കാഴ്ചകളും ഈ ഫാമിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട്, അവിടുത്തെ കാഴ്ചകൾ നമുക്ക് വിശദമായിട്ട് കാണാം. ഏവർക്കും നന്ദന ഫാമിലേക്ക് സ്വാഗതം. നന്ദന ഫാമിൻ്റെ എൻട്രൻസിൽ ഫാമിനെക്കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നന്ദന ഫാം ചിൽഡ്രൻസ് പാർക്ക്, തട്ടയിൽ. നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ വളരെ പഴമ വിളിച്ചോതുന്ന ചില വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ട്. അതിലെടുത്ത് പറയത്തക്കത് ചില മോഡലുകളാണ്. നിശ്ചല മാതൃകകൾ, ഒട്ടകം, അതോടൊപ്പം തന്നെ കാളവണ്ടി, പീരങ്കിയുടെ മാതൃക, മാന്, ഇതെല്ലാം നമുക്കിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പത്തൊൻപതാം നൂറ്റാണ്ടെന്ന സിനിമയിൽ ഉപയോഗിച്ച 2 വീലിൻ്റെ രഥമാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിൽ ഉപയോഗിച്ച കാളവണ്ടിയാണ്. അതായത് ഈ കാളവണ്ടിയുടെ പഴക്കം ഏകദേശം 110 വർഷത്തോളമുണ്ട്. തേക്ക്, ഈട്ടി, വാഗമരം തുടങ്ങിയ തടികൾ ഉപയോഗിച്ച് ആണ് ഈ ഒരു കാളവണ്ടി നിർമ്മിച്ചിട്ടുള്ളത്. തേന്മാവിൻ കൊമ്പത്ത് എന്നുള്ള സിനിമയിലെ മോഹൻലാലും ശോഭനയും ഒക്കെ യാത്ര ചെയ്ത കാളവണ്ടിയാണ് ദൃശ്യത്തിൽ നിങ്ങൾ കാണുന്നത്. നമ്മൾ എൻട്രൻസിൽ നിന്ന് പാർക്കിലേക്ക് വരുമ്പോൾ മിറാക്കിൾ കേവ് ഉൾപ്പെടുന്ന ഒരു ഓപ്പൺ സ്പേസാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇവിടെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്റ്റേജ് ക്രമീകരിച്ചിട്ടുണ്ട്. വളരെ നാച്ചുറലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇവിടെ ഒരു സ്പേസ് ക്രമീകരിച്ചിട്ടുള്ളത്. ദൃശ്യത്തിൽ കാണുന്നത് മിറാക്കിൾ കേവ് ആണ്. ഈ മിറാക്കിൾ കേവ് എന്ന് പറയുന്നത് കേവ് ആരംഭിക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുട്ടികൾ ഉൾപ്പെടെ മുതിർന്നവർക്കൊക്കെ ഈ മിറാക്കിൾ കേവിലെ പാസ് എടുത്തതിന് ശേഷം ഇതിൻ്റെ എൻട്രൻസിലൂടെ ഇതിനകത്തേക്ക് കയറി ഈ ഒരു സ്പേസിലൂടെ, ഈ കേവിലൂടെയാണ് സഞ്ചരിച്ച് നമുക്ക് ഇതിൻ്റെ എക്സിറ്റ് ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇതുവഴി പുറത്തേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഈ മിറാക്കിൾ കേവിനകത്ത് ഒരുപാട് കാഴ്ചകൾ നമ്മളെ കുട്ടികളെ ഉൾപ്പെടെ മുതിർന്നവരെ ഉൾപ്പെടെ എല്ലാവരെയും ആകർഷിപ്പിക്കുകയും ഒപ്പം തന്നെ അതിശയിപ്പിക്കുകയും ചെയ്യുന്ന ഒട്ടനവധി കാഴ്ചകളിലൂടെയാണ് നമ്മൾ ഈ മിറാക്കിൾ കേവ് സഞ്ചരിച്ച് ഈ എൻട്രൻസിലൂടെ വന്ന് ഈ എക്സിറ്റ് ഭാഗത്ത് നമുക്ക് ഇറങ്ങാൻ സാധിക്കുന്നത്. നമുക്ക് നന്ദന ഫാമിൻ്റെ ഉടമസ്ഥനായ ചിക്കു നന്ദനയുടെ മകൻ നന്ദകിഷോറിനെ പരിചയപ്പെടാം. നന്ദകിഷോർ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നന്ദകിഷോറിന് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു വ്യക്തിയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നതിനുപരിയായി ഈ നന്ദന ഫാമിൻ്റെ പ്രശസ്തി വാനോളം ഉയർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ് നന്ദകിഷോർ. നന്ദകിഷോറിനെ പരിചയപ്പെടാം. നന്ദകിഷോർ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഈ ഫാമിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പറയാനുള്ളത്? നമുക്ക് അങ്ങോട്ട് ആനിമൽസ് എല്ലാം ഉണ്ട്. ഇപ്പം മേളത്തെ എല്ലാം കാണിച്ചെന്ന് പറഞ്ഞു. അപ്പം ബാക്കി നമുക്ക് താഴോട്ടുകൂടെ കാണാം. ഇത് നിവിൻ പോളിയുടെ സാറ്റർഡേ നൈറ്റ് എന്ന ഫിലിമിലേക്ക് ഉപയോഗിച്ച രഥമാണ്, 4 വീൽ രഥം. ഇത് സിനിമയിൽ ഉപയോഗിച്ചതാണല്ലേ? നിവിൻ പോളിയുടെ സാറ്റർഡേ നൈറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊരു ഏവിയറി സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതായത് എല്ലാ കിളിയോടെ നമ്മൾ അഴിച്ചു വിട്ടിരിക്കുന്നതാണ്.
വന്നോട്ടെ. വളരെ മനോഹരമായ കാഴ്ചയാണ്. അന്തരീക്ഷ ഇതിനെക്കുറിച്ച് എന്താണ് ഈ ഒരു ഭാഗത്ത് നമുക്ക്? ഇത് നമ്മള് സൺകോണൂർ എന്ന് പറയുന്ന ബേഡാ. ഇപ്പൊ തീർച്ചയായിട്ടും ദേഹത്ത് വന്നിരിക്കുന്നതല്ല, എല്ലാത്തിനും മിക്സ് ആക്കിയിട്ട് എല്ലാവരുമായിട്ട് ചെയ്യണം. ഇപ്പോൾ കണ്ടില്ലേ, വളരെ മനോഹരമായ പക്ഷികളാണ്. ഇത് വളരെ പെറ്റാണ്, നമ്മളോട് ഏറ്റവും കൂടുതൽ ഇണങ്ങുന്ന പക്ഷികൾ തന്നെയാണ്. ഇത് ഇഗ്വാന. അത് വേറെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ചെമ്പരത്തി പൂവ. ചെമ്പരത്തി പൂവ് പ്യൂർ വെജിറ്റേറിയൻ ആണ്. ഇത് ബോൾ പൈത്തൺ, നോൺ പോയിസണസ് ആയിട്ടുള്ള സ്നേക്ക് ആണ്. ഇതിനെ നമ്മള് ഈ എനിക്കൊന്ന് സിനിമകളിലൊക്കെ ഫിലിം ഷൂട്ടിംഗ് ഒക്കെ കൊടുക്കും. സിനിമകളിലൊക്കെ ഏറ്റവും പെറ്റായിട്ടോ നമ്മളെല്ലാത്തും ഇവിടുത്തെ മെയിൻ ഫിലിം കടിക്കുന്നതാണോ? കടിക്കുമോ? ഇല്ലില്ല, കടിക്കുന്നില്ല അല്ലേ? ഇത് അമേരിക്കൻ ഹാംസ്റ്റർ. ഇതും വൈറ്റ് റാറ്റ് ആണ്. ആൾക്ക് കുഞ്ഞുങ്ങളുണ്ട്. ഇനിയും ഇത് ഹെഡ് ജോഗ് എന്ന് പറയും. മുള്ളംപന്നിയുടെ വർഗത്തിൽ പെടുന്നത് തന്നെയാണ് ഹെഡ് ജോഗ്. ആൾ ഉറക്കമാണ്. ഇത് പേഷ്യൻ ക്യാറ്റ് ആണ്. ആൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഇത് ഒന്നാം കിടക്കുന്നല്ലേ. ഇത് ഇടിയാട്. തമിഴ്നാട്ടിലൊക്കെ ഫൈറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഇടിയാട്. ഇത് മെക്കാവ്, ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കാവ്. തക്കുടു എന്നാണ് ആൾക്ക് പേരിട്ടിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം 8 മാസം പ്രായമായിട്ടുള്ള. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കഴുത. നമ്മുടെ പഞ്ചവർണ്ണ തത്ത സിനിമയിലേക്ക് കൊടുത്ത കഴുതയാണ് ഈ കാണുന്നത്. ഇനി ഈ കാണുന്നത് മിനിയേച്ചർ പോണി എന്ന് പറയും. അതായത് ഏറ്റവും പൊക്കം കുറഞ്ഞ ടൈപ്പിലെ കുതിരയാണ്. ഇത്ര മാക്സിമം സൈസ് വരത്തുള്ളൂ. ഇയാളുടെ പേര് ശിവ എന്നാണ്. ഇത് നമ്മുടെ ഇവിടുത്തെ മെയിൻ കുതിരയാണ്. ആമി എന്നാണ് ആളുടെ പേര്. മമ്മൂട്ടിയുടെ ടർബോ എന്ന ഫിലിമിലെ കുതിരയാണ് ആമി. സിനിമ മമ്മൂട്ടിയുടെ ടർബോ. എത്ര വയസ്സ്? ഇയാൾക്ക് ഇപ്പൊ ഒരു 7 വയസ്സോളം. 7 വയസ്സോളം. ഇത് പുങ്കന്നൂർ കാള. ഏറ്റവും പൊക്കം കുറഞ്ഞ ടൈപ്പിലെ കാളയാ. ഇത്ര മാക്സിമം സൈസ് വരത്തുള്ളൂ. മെച്ചുറായതാണ്. കണ്ണൻ എന്നാണ് ആളുടെ പേര്. ഇത് പോണിക്കുതിര. ഇയാളെ നമ്മളിവിടെ വണ്ടി വലിക്കാന് കൊച്ചുകുട്ടികൾക്ക് റൈഡിങ്ങിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രായമേറിയ കുതിര കൂടാണ് ബിർള. ഇത് ബെനൂർ ഷീപ്പ് എന്ന് പറയും. കർണാടകയിൽ ബെനൂർ എന്ന് പറയുന്നൊരു ഗ്രാമമുണ്ട്. അവിടുന്ന് കൊണ്ടുവന്ന ചെമ്മരിയാട. ഇത് കനേഡിയൻ പിക്മി. ആട് വർഗത്തിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ ടൈപ്പിലെ ആടാണ്. ഇനി ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒട്ടകം. ഹൈദ എന്നാണ് ആളുടെ പേര്. കായംകുളം കൊച്ചുണ്ണി, മാമാങ്കം ഈ 2 ഫിലിമിലേക്ക് കൊടുത്ത ഒട്ടകം. കായംകുളം കൊച്ചുണ്ണി, മാമാങ്കം അല്ലേ? ഫിലിം സ്റ്റാർ ആണ്. അതെ അതെ. നമ്മളെ കണ്ട് എഴുന്നേറ്റു. ഇത് യമു പക്ഷിയാണ്. ഓസ്ട്രേലിയയിൽ 2ാമത്തെ ഏറ്റവും വലിയ പക്ഷിയാണ് യമു പക്ഷി. ഒരു യമു പക്ഷിയുടെ മുട്ടയ്ക്ക് ഏകദേശം 1500 രൂപ വില വരും. 10 പേർക്കോളം ഏകദേശം ഒരു മുട്ട കഴിക്കാൻ പറ്റും. ഹാർട്ട് പേഷ്യൻസ്, കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ നല്ലതാണ്. നമുക്കിപ്പോൾ ഇവിടെ 3 എണ്ണം ഉണ്ടല്ലേ? നമുക്കിവിടെ 3 എണ്ണം ഉണ്ട്. 2 ഫീമെയിലും 1 മെയിലും ഉണ്ടല്ലേ. നന്ദന ഫാമിലെ ഏറ്റവും രസകരമായിട്ടുള്ളതും ആവേശമുള്ളതുമായിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മൾ കാളവണ്ടി സവാരി ആരംഭിക്കുകയാണ്. നമ്മൾ 3 പേരും കാളവണ്ടിയിൽ കയറിയിട്ടുണ്ട്. കാളവണ്ടി നയിക്കുന്ന ആൾ നമ്മുടെ ഒപ്പം ഉണ്ട്. നന്ദന ഫാമിൻ്റെ ഉടമസ്ഥൻ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹം ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് യാത്ര ആരംഭിക്കാം. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും, കുട്ടികൾക്കുൾപ്പെടെ ഒരു വണ്ടിയിൽ 3 യാത്രക്കാർക്ക് ഒരേ സമയം സഞ്ചരിക്കാം. ഇതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഇവിടെ സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ അല്പം റിസ്ക്കാണ്, പിടിച്ചിരിക്കണം, സൂക്ഷിക്കണം എന്നുള്ളൂ. പക്ഷെ എന്തായാലും വളരെ രസകരമായിട്ടുള്ളൊരു യാത്രാനുഭവമാണ്. ചെറിയ പെഡൽ ബോട്ടിങ്, കൈവച്ച് കിടക്കുന്ന പെഡൽ ബോട്ടിങ്. അതായത് മുട്ടറ്റം വെള്ളേ കാണത്തുള്ളൂ. നമ്മുടെ ഒരാളിനകത്ത് കൂടെ കാണും. കൊച്ചു കുട്ടികൾക്ക് ഏകദേശം ഒരു 40 കിലോ താഴെയുള്ള കുട്ടികൾക്ക് കയറി ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ടിങ്. എത്ര ബോട്ടുണ്ട് ഇതിനകത്ത്? ഇപ്പൊ 3 ബോട്ടുണ്ട്. നന്ദന ആന്റിക് മ്യൂസിയം ദൃശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഇത് പഴയ ഗ്രാമഫോണ്, മെതിയടി,
കന്നുകാലിത്തട്ട എന്ന് പറയും. പണ്ട് കാളേന്റെ പശുവിനെയൊക്കെ കാട്ടിലടിച്ചുവിടാൻ നേരം കഴുത്തിൽ കെട്ടിവിടുന്നതാണ്. ഇതിന്റെ ഈ മുളയിലുള്ള ശബ്ദം വന്യജീവികൾക്ക് പേടിയാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് കെട്ടിവിടുന്ന മൃഗങ്ങളെ വന്യജീവികൾ എളുപ്പം ആക്രമിക്കരുതല്ലെന്നും പറയാറുണ്ട്. കഴഞ്ചുവടി പണ്ട് മെഡിസിൻ്റെയൊക്കെ അളവളക്കാൻ ഉപയോഗിച്ചിരുന്ന വടിയാണ് കഴഞ്ചുവടി. ബലൂൺ ഫെരണി ഇത് മനുഷ്യർ ഉണ്ടാക്കുന്ന സമയത്ത് ഊതിയാണ് വീർപ്പിക്കുന്നത്. തേനിട്ട് വെക്കാൻ നല്ലതാണ്. ഒറിജിനൽ ഗ്ലാസ് ആണ്. ഗ്ലാസ് ചൂടാക്കി ഊതി വീർപ്പിക്കും. ഇനി നടീ കാണുന്നതാണ് യമു പക്ഷിയുടെ മുട്ട. ഇത് കളർ അടിച്ചതല്ല, ഇതാണ് ഇതിന്റെ കളർ. യമു പക്ഷിയുടെ മുട്ട അല്ലേ? ഇത് രണ്ടെണ്ണം. പണ്ടത്തെ സൈക്കിൾ ലൈസൻസാണ്. പണ്ട് സൈക്കിൾ ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണം, ഇല്ലെങ്കിൽ 5 പൈസ ഫൈന്. ഓക്കെ, ഇത് ഒന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കാര്യം നിരണം പഞ്ചായത്തിൻ്റെതാണ്. 1966-67 കാലഘട്ടത്തിലെ സൈക്കിൾ ലൈസൻസ് ആണ്. നന്ദന ഫാമിലെ കുതിരകൾ, കാള ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഒരുപാട് പ്രോഗ്രാമുകൾക്ക് അവർ കൊണ്ടുപോകുന്നതാണ്. അതായത് സിനിമ ഷൂട്ടിങ്, ഉത്സവം, പെരുന്നാൾ ഇങ്ങനെയുള്ള ആഘോഷങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇത് കൊണ്ടുപോകുന്നതിന് അതിനെ കൃത്യമായി ആ സ്ഥലത്ത് ഇവിടെ നിന്ന് തന്നെ ലോഡ് ചെയ്ത് എത്തിക്കുന്നതിന് വേണ്ടി ഈ സ്ഥാപനത്തിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഒരു വാഹനമാണ് ഹോഴ്സ് കാരവൻ. ഈ ഫാമിന് വേണ്ടി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഏറ്റവും പ്രിയപ്പെട്ട ചിക്കു നന്ദനെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. നമസ്കാരം. നമസ്കാരം. എന്താണ് ഈ നന്ദന ഫാം എന്നുള്ളൊരു കോൺസെപ്റ്റിന് പിന്നിലുള്ളത്? നന്ദന ഫാം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് പിന്നിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ 4 കെട്ട് കുടുംബമായിരുന്നു നമ്മുടെ. അപ്പോൾ ആ കുടുംബത്തിൽ പണ്ട് കാളയും കാളവണ്ടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ്. അച്ഛൻ പറഞ്ഞുള്ള ഒരു അറിവുണ്ട് നമുക്ക് അങ്ങനെ കാളയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കാളവണ്ടി വാങ്ങിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചുമ്മാ ഒരു കാളവണ്ടി വാങ്ങിച്ചാൽ നമ്മുടെ വീട്ടിലിടണം, കാരണം പണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി യാത്ര തിരിച്ചു. പക്ഷേ എനിക്ക് കിട്ടിയത് ഒരു കുതിരവണ്ടിയാണ്. അത് തിരുവല്ലയിലുള്ള എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ബാബുചേട്ടൻ വഴി കിട്ടിയതാണ്. കുതിരവണ്ടി വാങ്ങിച്ചപ്പോൾ എന്നാൽ പിന്നെ ഒരു കുതിരയെ കൂടെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചു. അതിൽ നിന്ന് പെതുക്കെ നമ്മൾ ഓരോ ആനിമൽസിനെയും വാങ്ങിച്ചു. ഏകദേശം ഒരു 10-25 വർഷത്തോളമായി നമ്മൾ ഈ സ്ഥാപനം ഈ രീതിയിലാക്കി എടുത്തിട്ട്. ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷമാണ്. സാധാരണ പാർക്കുകളിലൊക്കെ കാണുന്നത് കുറേ ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു സമൂഹം പലപ്പോഴും ആഗ്രഹിക്കുന്നത് തന്നെയായിരിക്കും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തികഞ്ഞ പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ളൊരു വീക്ഷണത്തോടുകൂടി ആയിരിക്കാം ഇങ്ങനൊരു കാര്യം ക്രമീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം എന്താണ്? നമുക്ക് എല്ലാ പാർക്കിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണുമായിരിക്കും, സാർ ശ്രദ്ധിച്ചാൽ കാണാൻ മനസ്സിലാക്കുമായിരിക്കും, പാർക്കിലൊക്കെ ടൈൽസോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. മണ്ണ് തന്നെയാണ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാരണം പലരും പറഞ്ഞിട്ടുണ്ട് പുല്ല് വെക്കുക, അത് വെക്കുക, ഇത് വെക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പിള്ളേർ ഇച്ചിരി മണ്ണിനകത്തൊക്കെ കളിക്കട്ടെ. കാരണം മണ്ണിനകത്തും ഇതേപോലെ തന്നെ ഒന്ന് വീഴുമ്പോഴൊക്കെ മണ്ണിനകത്തൊക്കെ ഒന്ന് കളിക്കുമ്പോൾ എൻജോയ് ചെയ്യുമ്പോഴേ പിള്ളേർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ പ്ലാസ്റ്റിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളൊരു കാരണവശാലും ഫാമിനകത്തേക്ക് ഒന്നും പ്രവേശിപ്പിക്കത്തില്ല. ഒരു ജൈവ വൈവിധ്യ പാർക്കായിട്ട് ഞാനിതിനെ കാണുന്നത്. അതെ. ജൈവ വൈവിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരിടം. അതെ, അതിനുള്ള അവാർഡും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിന്റെ വിശേഷം ഒന്ന് എന്താണ്? 3-4 അവാർഡ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അതിനകത്ത് എന്നെ സഹായിച്ചത് പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് ജിതേഷ് സാറാണ്. ജിതേഷ് ജി അദ്ദേഹം എൻ്റെ ഒരു ജ്യേഷ്ഠന് തുല്യമായിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞങ്ങളിവിടെ എത്തിച്ചേർന്നപ്പോൾ തന്നെ ഞങ്ങളെ സ്വീകരിച്ചത് മകനാണ്. അപ്പോൾ എന്താണ് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഈ ഒരു കാര്യത്തിൽ? ഫാമിലി സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ആദ്യം സപ്പോർട്ടില്ലായിരുന്നു. എൻ്റെ ഫാമിലി വലിയൊരു ട്രാജഡിയൊക്കെ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് അതിനകത്തുനിന്ന് ഇച്ചിരി വിമുക്തമായി. പിന്നെ നമ്മൾ പറയുമല്ലോ, നമുക്ക് ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഉയർച്ച ഉണ്ടാകത്തില്ല. നമ്മൾ വീണ്ടും കീപ്പോട്ടേ പോകത്തുള്ളൂ. അങ്ങനെ ഞാൻ ഫാമിലി തകർച്ച ഉണ്ടായതാണ്. എൻ്റെ ഭാര്യയായിട്ട് ഒരു വ്യക്തിയുണ്ട്. പുള്ളിക്കാരി നല്ല സപ്പോർട്ടാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ സപ്പോർട്ട് കൊണ്ട് എൻ്റെ മക്കളും അതേപോലെ സപ്പോർട്ട് ചെയ്തു തുടങ്ങി. മൂത്ത മോന് അതേപോലെ സപ്പോർട്ട് ചെയ്യും, ഇളയാളും അതേപോലെ, ഏറ്റവും ഇളയാളും സപ്പോർട്ട് ചെയ്യും. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മാനസിക സപ്പോർട്ടാണ്. പക്ഷെ നമുക്ക് ആദ്യം കിട്ടിയില്ലായിരുന്നു. പിന്നെ മനസ്സിൽ ഏറ്റവും വലിയൊരു വിഷമമുണ്ട്. ഞാൻ ഈ പാർക്കും കാര്യങ്ങളൊക്കെ ഓപ്പണാക്കി കൊടുത്തത് എൻ്റെ ഏറ്റവും ഇളയ ആൾക്ക് വേണ്ടിയാണ്. അദ്ദേഹം ഇപ്പം എൻ്റെ കൂടെ ഇല്ല. അപ്പം അദ്ദേഹത്തെ എന്നെങ്കിലും എൻ്റെ പാർക്കിലൊന്ന് കൊണ്ടുവരണം, അല്ലെങ്കിൽ എൻ്റെ പാർക്കെല്ലാം ഒന്ന് കാണിക്കണം.
ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ പൊരുതി വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഒരു സ്വന്തമായ ഒരു സംരംഭം തുടങ്ങുകയും അതിനെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുകയും എന്നും അതിനോടൊപ്പം തന്നെ അല്ലേ 24/7 ആണ് അല്ലേ മാധ്യമ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. അതായത് നമ്മളെപ്പോഴും ഇതിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ സമൂഹത്തിന്റെ കൂടുതൽ മേഖലകളിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ചെയ്യാത്തത് അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ചിക്കു നന്ദനയ്ക്ക് വളരെ നല്ല ജിതേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ, പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തി, സമൂഹത്തിന് മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾ എപ്പോഴും സന്ദേശങ്ങളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫേസ്ബുക്കിലൊക്കെ വളരെ ലൈവാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഏത് ഒരു വ്യക്തിയും പത്തനംതിട്ട ജില്ലയിലെ ഒരു നമ്പർ 1 ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്ഥാപനം മാറിയിട്ടുണ്ട്. അത് ഓരോ നിമിഷവും ഉയരങ്ങളിലേക്ക് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള കഠിനമായ ശ്രമത്തിലാണ് ചിക്കു നന്ദനയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് അതിനകത്തുണ്ട്. എല്ലാവരും ഈ അവധിക്കാലത്തും തുടർന്നുള്ള സമയങ്ങളിലൊക്കെ തന്നെ ഇവിടം സന്ദർശിക്കുകയും രാവിലെ 11 മണി തൊട്ട് 6 മണി വരെ രാവിലെ 11 മുതൽ വൈകിട്ട് 6 മണി വരെ എല്ലാ ദിവസവും, ഞായറാഴ്ച അവധിയൊന്നുമില്ല. അപ്പോൾ എല്ലാ ദിവസവും ആഴ്ചയിൽ 7 ദിവസവും ഇവിടെ സജ്ജമാണ്. രാവിലെ 11 മണി തൊട്ട് 6 മണി വരെയാണ്. ഇവിടെ അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ കുട്ടികൾക്കുള്ള കാര്യങ്ങളൊക്കെ ഫുഡ് ക്രമീകരിക്കുന്നതാണ്. സ്കൂളുകളിൽ നിന്നൊക്കെയുള്ള ഒരുപാട് കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പാക്കേജുകളൊക്കെ ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പറുകളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നൽകുന്നതാണ്. എന്തായാലും എല്ലാ വിധത്തിലുള്ള ആശംസകളും വരും.